Hi friends, welcome to The Indian Cuisines. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് ബീഫ് ചില്ലി. ഇത് വന്നിട്ട് പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഈ സ്റ്റിർ ഫ്രൈനൊക്കെ യൂസ് ചെയ്യുന്ന ബീഫാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും കടയിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ തിന്നായിട്ടുള്ള സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. പിന്നെ എടുത്തേക്കുന്നത് സവാളയാണ്. അപ്പോൾ ഒരു 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ക്യാപ്സിക്കമാണ്. അപ്പം ഒരു കളറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സിക്കം യൂസ് ചെയ്യുക. അതല്ല ഇതുപോലെ 3 കളർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അളവിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അപ്പോൾ ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 അല്ലി വലിയ വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സോസാണ്. അപ്പോൾ എന്തൊക്കെ സോസാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 3 ടീസ്പൂൺ വിനീഗർ, ഒരു 4 ടീസ്പൂൺ ടൊമാറ്റോ ചില്ലി ഗാർലിക് സോസാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ 4 ടീസ്പൂണിന് പകരം ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും എടുത്താൽ മതിയാവും. പിന്നെ എടുത്തേക്കുന്ന 4 ടീസ്പൂൺ ഡാർക്ക് സോയ സോസാണ്. അപ്പോൾ ഡാർക്ക് സോയ സോസിന് പകരം ലൈറ്റ് സോയ സോസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6-7 ടീസ്പൂൺ വരെ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും. ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ബീഫ് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ വിനീഗർ. അപ്പോൾ വിനീഗർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് നല്ല കുറച്ചും കൂടെ സോഫ്റ്റും നല്ല ജ്യൂസി ആയിട്ടും കിട്ടും. പിന്നെ ഒരു 2 ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ബീഫ് വേവിച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാനൊരു അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം സോയ സോസിൽ ഉപ്പുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ റെസിപ്പിയിൽ കുറേ സോസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ഏറ്റവും അവസാനം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിതിപ്പം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരെയാണ് വേവിക്കാൻ പോകുന്നത്. 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 2 വിസിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമിനെ ഏറ്റവും ലോയിലേക്ക് കുറച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റും കൂടെ ഇത് വേവിച്ചെടുക്കാം. അപ്പം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിനി സോസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ടീസ്പൂൺ വിനീഗർ ബീഫിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇനി 1 ടീസ്പൂൺ വിനീഗറാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഗ്രീൻ ചില്ലി സോസിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ വേണ്ടത് 4 ടീസ്പൂൺ ടൊമാറ്റോ ചില്ലി ഗാർലിക് സോസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതില്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും എടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ സോയ സോസും കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ആയിട്ടുണ്ട്, 15 മിനിറ്റ് ആയി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ഈ പ്രഷർ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രഷർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബീഫ് വെന്തോ നോക്കാം. ഇപ്പോൾ വേവുള്ള ബീഫ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ സമയം വെച്ച് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബീഫ് ചില്ലി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീഫിൻ്റെ കൂടെ ഒരല്പം ഗ്രേവിയും കൂടെ കാണും. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക.
നമുക്കിനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ അതിന് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ക്യാപ്സിക്കവും നന്നായിട്ട് വഴണ്ട് കിട്ടും. പക്ഷേ ക്യാപ്സിക്കം കുറച്ചും കൂടെ ക്രഞ്ചി ആയിട്ട് പ്രിഫർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല അതിൻ്റെ കളറ് അതുപോലെ തന്നെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഞാനൊരു അല്പം എണ്ണയും കൂടെ ആഡ് ചെയ്യാണ് സവാള നന്നായിട്ട് വഴണ്ട് കിട്ടാനായിട്ട്. ഓപ്ഷണലാണ്, അധികം എണ്ണ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം എന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4-5 മിനിറ്റ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് നോക്കുക, എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒത്തിരി സോസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു അല്പം മധുരം കാണും. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്വീറ്റ്നെസ് എല്ലാം ഒന്ന് ബാലൻസ് ആയി വന്നോളും. നമുക്കിനി വീണ്ടും ഒരു 3-4 മിനിറ്റും കൂടെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫൈനലായിട്ട് ഒന്നുകൂടെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.